and fly away with me. Come 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 and fly. Hi everyone, welcome to Tasty Barakat. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മന്തിയാണ്. എന്താ പറയുക, ഒരു വെറൈറ്റി ഡിഷാണ്. എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി ഡിഷാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കാരണം എന്താ പറയുക, ഇതൊരു സ്പെഷ്യൽ ഡിഷാണ്, ചിക്കൻ മന്തിയാണ്. നമുക്കതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ചിക്കൻ വലിയ കഷ്ണങ്ങളായി അരിഞ്ഞ് മാറ്റി വെക്കാം. 2 മാഗി ക്യൂബ് ചെമ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മന്തി മസാല ചേർക്കാം. ഡ്രൈ ലെമൺ, ബേ ലീഫ്, കുരുമുളക്, പച്ചമല്ലി, ഏലക്ക ഇതെല്ലാം ഇട്ട് കൊടുക്കണം. ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. ഒരു പകുതി ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി കുറച്ച് ഫുഡ് കളർ. ഇതിലേക്ക് നമ്മൾ വലുതായിട്ട് അരിഞ്ഞ ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് നമുക്ക് അടച്ചു വേവിക്കാം. ഇനി നമുക്ക് ചിക്കൻ മറിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ്റെ കളറൊക്കെ നന്നായി മാറി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ചാർക്കോൾ വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പുകയിക്കാം. നന്നായിട്ട് പുകയൊക്കെ വന്നിട്ടുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമുക്കിത് മാറ്റി കൊടുക്കാം. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്കിതിൻ്റെ ആ ഗ്രേവി കുറച്ച് മാറ്റി വെക്കാം. ലാസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ്. ഇനി നമുക്ക് റൈസ് റെഡിയാക്കാം. വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും നമ്മുടെ മന്തി മസാല ലേശം ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായി തിളപ്പിച്ചതിന് ശേഷം റൈസ് ഇട്ട് കൊടുക്കാം. സെല്ല റൈസാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. മന്തിക്ക് ഏറ്റവും ബെസ്റ്റ് സെല്ല റൈസാണ്. നൈസായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 83% വെന്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മുടെ ചിക്കനിൻ്റെ മേളിലേക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ചിക്കൻ്റെ ആ ഗ്രേവി മേളിൽ നൈസായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. ലേശം ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 4-5 പച്ചമുളക് ഇതിൻ്റെ മേളിൽ കുത്തി വെക്കാം. ഇനി നമ്മുടെ ചാർക്കോൾ, അത് മസ്റ്റാണ്. ഇത് നമുക്ക് നല്ല ടൈറ്റായി അടച്ചു വെച്ച് 1 മണിക്കൂറെങ്കിലും നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. അതും ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം. ലോ ഫ്ലെയിമിൽ ഇട്ട് 1 മണിക്കൂർ ദമ്മിട്ട് വെക്കണം. 1 മണിക്കൂറിന് ശേഷം നമ്മൾ ഇതാ തുറക്കുകയാണ്. ചാർക്കോളിൻ്റെ നല്ല സ്മോക്കി സ്മെല്ല് വരുന്നുണ്ട്. നമുക്ക് റൈസ് ഒന്ന് നീക്കി കൊടുക്കാം. എന്താ പറയുക, മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നൈസായിട്ട് നീക്കി കൊടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഡിഷാണ്. ഇവൻ എനിക്ക് ഉണ്ടാക്കാമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാ? സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ ചിക്കൻ്റെ ഒക്കെ ആ സ്മെല്ല് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു. വായന്ന് വെള്ളം വരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. ഇന്ന് കഴിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ.